സ്ട്രക്ചറൽ ഡിസൈനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ആക്ച്വലി ഇൻ മാർക്കറ്റ് നമുക്ക് ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആയിട്ടുണ്ട്. കോൺസെൻട്രേറ്റിംഗ് ഓൺ ബിൽഡിംഗ് ഡിസൈൻ നമ്മൾ പറയുവാണെങ്കിൽ ETABS ആൻഡ് STAAD ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടും ഫൈനൈറ്റ് എലമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ETABS നമുക്ക് എർത്ത് കൈൻഡ് ഓഫ് ഡിസൈനിങ് സ്ട്രക്ചേഴ്സിന് വേണ്ടി ക്വിക്ക് റെസിസ്റ്റൻറ്റ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ടുള്ളതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ എർത്ത് റെസിസ്റ്റൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈനിന് ETABS ആൻഡ് STAAD ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇൻ ETABS നമുക്ക് ഒരു വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ്, അതായത് ലോഡിങ്, സെക്ഷൻ സൈസസ്, ഇതെല്ലാം നമുക്കൊരു 3D ഇൻ്റർപ്രിറ്റേഷനായിട്ട് കിട്ടുകയും നമുക്ക് പ്രോപ്പർലി ഒരു അനലിറ്റിക്കൽ സിസ്റ്റം, ഒരു അനലിറ്റിക്കൽ സോൾവിങ്ങിലേക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഓൾസോ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എൻറ്റയർലി ടുവേർഡ്സ് ഡീറ്റെയിലിംഗ് നമുക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും ETABS എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. STAAD പറയുമ്പോൾ അത് കുറച്ച് ലൈൻ കൈൻഡ് ഓഫ് എലമെന്റ് റെപ്രസെന്റേഷൻ ആയിരിക്കും STAAD കൂടുതലും വർക്ക് ചെയ്യുക. STAADും ഫൈനൈറ്റ് എലമെന്റ് സിസ്റ്റം തന്നെയാണെങ്കിൽ പോലും ദ വിഷ്വൽ ഇന്റർപ്രിറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ETABS കുറച്ച് കുറവാണ്. ബട്ട് ഫോർ സ്റ്റീൽ ഡിസൈനിങ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് STAAD എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്.